ഹായ് ഫ്രണ്ട്സ്, ഇസ്മി അപർണ വാസി. കുറേ നാളായി നിങ്ങൾ എന്നെ കണ്ടിട്ടെന്നറിയാം. വേറൊന്നുമല്ല, ഒരു 3-4 മാസമായിട്ട് ഞാൻ റെസ്റ്റിലായിരുന്നു. എനിക്ക് ചെറിയൊരു വിശേഷമുണ്ട്, ഞാൻ എൻ്റെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്. ഇത് രാവിലെ എണീക്കുമ്പോൾ ഉള്ള എൻ്റെ ഒരു അവസ്ഥയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഛർദിലൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നതാണ് ഇത്. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് അപ്പവും കടലക്കറിയായിരുന്നു. അത് കഴിച്ചു. പക്ഷേ ഇതെല്ലാം അതുപോലെ തന്നെ നമ്മൾ ഛർദ്ദിക്കുന്നതുള്ളതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടോടെയാണ് കേട്ടോ ഞാൻ കഴിക്കുന്നതൊക്കെ. അത് കഴിഞ്ഞ് എന്താ രാവിലെ ഇതൊക്കെ ആയിരുന്നു. ചായയും ഇതൊന്നും സാധാരണ ഞാൻ കഴിക്കാറില്ല. കാരണം മുന്നേ ചായക്കകത്ത് കിടന്നുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ അതൊന്നും കുടിക്കാൻ പറ്റുന്നില്ല. 3-4 മാസമായിട്ട് അതൊക്കെ മാറ്റി. ഇപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കുന്നത് ഇതുപോലത്തെ വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കറിയായിരിക്കും. കാരണം നമ്മുടെ അമ്മ പോലെ തന്നെ നമ്മുടെ കുട്ടിയെ നമ്മൾ നോക്കണമല്ലോ. പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് കണ്ടിട്ട് ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ പോയി ചുമ്മാ ഷോ കാണിച്ചാണ്. വേറെ ഒന്നുമല്ല, സൈത്തിൻ്റെ ഡ്രസ്സാണ് ഇപ്പോൾ കൂടുതൽ. ഇതാകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ലൂസായിട്ട് കിടക്കും. അതിനിടയ്ക്ക് എൻ്റെ നിക്കർ ഇട്ടപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഷൈ ആയതാണ്. വേറൊന്നുമില്ല, നിക്കറിട്ട ഫോട്ടോയ്ക്ക് ഇഷ്ടം പോലെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ വീട്ടിലിതാണല്ലോ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ. ഇപ്പം നല്ല ചൂടുള്ള സമയം കൂടിയാണ്. പിന്നെ എനിക്കൊരു കുഞ്ഞിനെ പഠിപ്പിക്കാൻ പോകണമായിരുന്നു. നമ്മളെ വീട്ടിൻ്റെ അടുത്തല്ല, കാച്ചാണി എന്ന് പറയും, കുറച്ച് ദൂരമുണ്ട്, വണ്ടിയിലാണ് പോകുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ 4 മാസമായിട്ട് പുതിയ ക്ലാസ്സൊക്കെ എടുത്ത് തുടങ്ങി. കുറച്ച് നാളായിട്ട് പുറത്തോട്ടൊന്നും പോകുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഇപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് പോകാനായിട്ട് ഞാനിവിടെ ചെസ്റ്റ് ഒന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തതായിരുന്നു. ആദ്യം നമ്മൾ ലിപ്പ് ഇപ്പം ഭയങ്കര തണുപ്പും ചൂടും അല്ലേ, അപ്പോൾ നമുക്ക് ലിപ്പ് എനിക്ക് ചുണ്ടൊക്കെ വിണ്ട് കയറുന്നുണ്ട്. പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കൺസീവ് ആയ ആ സമയം തൊട്ട് ഇതുവരെ നോക്കിയാലും ഞാൻ ഒരുപാട് മെലിഞ്ഞ് വരികയാണ്. ഇപ്പം എന്താണെന്ന് അറിയത്തില്ല. പിന്നെ എനിക്ക് വയറും കുറച്ച് വയറേ ഉള്ളൂ കേട്ടോ, ഒരുപാട് വയറുന്നില്ല. 5 മാസമായി എൻ്റെ വയറൊന്നും കാണുന്നില്ല. 5 4 മാസം, 5 തുടങ്ങാറായി. പിന്നെ ജസ്റ്റ് ചുമ്മാ ഇവരുടെയൊക്കെ വീട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പം ഞാനിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കൂടെ എല്ലാവരും ഉണ്ട്. അപ്പം അവരുടെയൊക്കെ കാര്യമൊക്കെ പറഞ്ഞ് ചുമ്മാ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഉള്ളതാണ്. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ പ്രഗ്നൻസി വിശേഷം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. എപ്പോഴും ഛർദ്ദിക്കുക, എണീറ്റിരിക്കുക, കിടക്കുക, അതൊക്കെ തന്നെയാണ്. ഇപ്പം പിന്നെ കൂടുതൽ ഇതിൻ്റെ കൂടെ തന്നെ ഒരു സിക്നസ്സും കൂടി വന്നതെന്ന് വെച്ചാൽ ജലദോഷമാണ് കേട്ടോ. ജലദോഷം വന്നിട്ട് ഇപ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടി ഉണ്ട്. പക്ഷേ ഇതുപോലെ ചെറിയ ചെറിയ വർക്ക് ചെയ്താലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ചുമ്മാ ഇരുന്നാൽ നമ്മൾ ആക്റ്റീവ് ആവുന്നതനുസരിച്ചല്ലേ നമ്മുടെ കുട്ടികൾ ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊക്കെയുണ്ട്. പിന്നെ ഞാൻ ചുമ്മാ ലിപ്സ്റ്റിക്കൊക്കെ ഇടുമ്പം അങ്ങനെ വീഡിയോ എടുത്താണ്. എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടുന്നല്ലോ, കുറേ നാളായി വീഡിയോ ഇടില്ല. അപ്പം ഇങ്ങനെ വിചാരിച്ച് വീണ്ടും ഒന്ന് ആക്റ്റീവായി തുടങ്ങാം എന്നും പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ കണ്ണെഴുത്ത് ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്ന രീതിയിലാണ് കണ്ണെഴുതുന്നത്. അതെനിക്ക് ഓക്കെയാണ്, മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ചിലവർ കുറ്റം പറയുമായിരിക്കും, പക്ഷേ എനിക്കിത് കംഫർട്ടബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കണ്ണെഴുതുന്നത്. പിന്നെ ഒരു പൊട്ടൊക്കെ വെച്ചു. പിന്നെ അത് ബോയ്സിൻ്റെ സ്പ്രേ ഉണ്ട്, പക്ഷെ ഞാൻ എടുത്തടിക്കും. ഞാനും മാളുവിൻ്റെ സ്പ്രേയാണ്, പക്ഷെ നമ്മളെല്ലാവരും എടുത്തടിക്കും. പിന്നെ പുരുകം എഴുതിയപ്പോഴത്തേക്കും ഒരു പുരുകം വലുതും ഒരു പുരുകം ചെറുതുമായി പോയി കേട്ടോ. അപ്പോൾ അതിനെ പിടിച്ച് പിന്നെ കുറച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ആദ്യം ചെയ്ത വീഡിയോ കഴിഞ്ഞിട്ടാണ് ഞാൻ മോയ്സ്ചറൈസർ ഇടുന്ന വീഡിയോ ഇതിനകത്ത് ഇട്ടത്. പിന്നെ ഡ്രസ്സൊക്കെ ഇട്ട് തലമുടിയൊക്കെ ഇട്ട് കമ്മലൊക്കെ ഇട്ട് പിന്നെ കുങ്കുമൊക്കെ ഇട്ട് അങ്ങ് ഇറങ്ങി, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നമ്മൾ മറ്റേ ഷോ കാണിക്കണമല്ലോ നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ. ഇത് ഞാൻ വീട്ടിനടുത്തായതുകൊണ്ട് വലിയ മേക്കപ്പ് ഒന്നുമില്ല, ചുമ്മാ ഇങ്ങനെ വീട്ടിൽ നിൽക്കുന്ന കുളത്തിലൊക്കെ തന്നെയാണ് പോകുന്നത്. പിന്നെ വീഡിയോ എടുക്കുമല്ലേ, ഒന്ന് ഒരുങ്ങാന്ന് ചോദിച്ചാൽ ഒരുങ്ങിയതാ. കണ്ടല്ലോ, എനിക്കും അങ്ങനെ വലിയ വയറൊന്നുമില്ല, നോർമലായിട്ടുള്ള ഇതേ ഉള്ളൂ. പെട്ടെന്ന് കണ്ട ആർക്കും ഞാൻ ഇതാണെന്ന് അറിയില്ല. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് മസാല ദോശ കഴിക്കണമെന്ന് കൊതി തോന്നി. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു എൻ്റെ ഹസ്ബൻഡിനെ. അങ്ങനെ ആൾ വന്നിട്ടുണ്ട് ജോലി കഴിഞ്ഞ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പൊതിയും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ പാട്ടൊക്കെ പാടിയാണ് വരവേറ്റത്. പാട്ട് ഞാൻ ഇതിനകത്ത് ഇടുന്നില്ല, നിങ്ങൾ ഓടേണ്ടി വരും. പിന്നെന്താ, നൈറ്റ് പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ താഴെ അമ്മയുടെ അടുത്തൊക്കെ പോയി ഫുഡ് കഴിച്ചിട്ടൊക്കെയാണ് വന്നത്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്നതുകൊണ്ട് ഇപ്പം എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അങ്ങനെ ചേട്ടായി വന്നപ്പോഴത്തേക്കും ഞാൻ അവനെ എടാപോടാന്ന് വെച്ചാൽ നിങ്ങളെ മുമ്പിൽ നമുക്ക് ബഹുമാനം കൊടുക്കണമല്ലോ, അതുകൊണ്ട് ചേട്ടായി എന്ന് പറയാം. മസാല ദോശ മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ ഈ മസാല ദോശയും കഴിച്ചിട്ട് ആ കഴിച്ച മസാല ദോശയെല്ലാം പുറത്ത് ഛർദ്ദിച്ചിട്ട് ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങേണ്ടി വന്നു. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. ഓക്കെ, ബൈ.